ഇപ്പോൾ നമ്മൾ കണ്ടത്, നമ്മളിവിടെ കണ്ട ഈ ആവേശം ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലേക്കും ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നു. എങ്ങനെയായിരിക്കും ഈ കൊട്ടിക്കലാശത്തിലേക്ക് നോക്കുമ്പോൾ ആര് മുന്നിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ലിജോയ്ക്ക് ഇത് എന്താണ് പറയുന്നത്? തീർച്ചയായും ആര് മുന്നിൽ നിന്നൊന്ന് പറയാൻ കഴിയാത്തത്രത്തോളം ആവേശകരമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ UDF-നും LDF-നും ഒരു പരിധിവരെ PV അൻവറിനും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്രത്തോളം ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അത് പണം കൊണ്ടായാലും ആളുകൾ കൊണ്ടായാലും കൊടിതോരണങ്ങൾ കൊണ്ടായാലും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകൾ കൊണ്ടായാലും മറ്റു പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ടായാലും നേതാക്കളെ കൊണ്ടായാലും ഒക്കെ ആ തരത്തിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ മുന്നണികൾക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി ഇവിടെ പ്രചാരണത്തിനെത്തിയത് പ്രിയങ്ക ഗാന്ധിയാണ്. LDF-ന് വേണ്ടി ഇവിടെ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതോടൊപ്പം തന്നെ PV അൻവറിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ഇവിടെ രംഗത്തിറക്കിയത് യൂസഫ് പഠാനെയാണ്. ആ തരത്തിൽ എന്താണോ മറ്റ് രണ്ട് മുന്നണികൾ, പ്രബലരായ രണ്ട് മുന്നണികൾ എന്തൊക്കെ ചെയ്തോ അത് സമാനമായ തരത്തിൽ അത് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇവിടെ PV അൻവർ ശ്രമിച്ചു. അത് ആ തരത്തിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ വിഷയങ്ങളും ചർച്ചയായി എന്നത് ഒരു വളരെ നിർണായകമാണ്. ഈ ഓരോ സമയത്തും, അതായത് നിലമ്പൂർ എന്ന മണ്ഡലത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവിടെ ഇതൊരു എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന തരത്തിലുള്ള ഒരു മണ്ഡലമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ നിർണായകമായ വോട്ട് സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്, ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട്. അത് അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്നതുപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് കാണാൻ കഴിഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് വിഷയവും പൂർണ്ണാർത്ഥത്തിൽ ഇവിടെ നിലനിർത്തി മുന്നണികൾ മുമ്പോട്ട് പോയില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലാണ് ഈ മണ്ഡലത്തിൽ എത്തി പെൻഷൻ വിഷയം ഉയർത്തിയത്. പക്ഷേ അത് ആദ്യ 2-3 ദിവസങ്ങൾക്ക് ശേഷം ആ ചർച്ച മാറുകയും അത് മലപ്പുറം വിഷയത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതും കണ്ടു. എന്നാൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഇവിടുത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ഒരു പരിധിക്കപ്പുറം ചർച്ചയാവാൻ പക്ഷേ അല്ലെങ്കിൽ അത് ചർച്ചയാക്കാൻ മുന്നണികൾ തയ്യാറായില്ല എന്നതും നമ്മൾ കണ്ടു. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കോൺഗ്രസ് UDF സഖ്യം എന്ന നിലയിൽ അവരോ അല്ലെങ്കിൽ ആ തരത്തിൽ ആർക്കും ആ വിഷയം ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് PV അൻവറിനെ കാണുന്നത് ആയുധമില്ലാത്ത വളരെ ശക്തിയെല്ലാം കുറഞ്ഞുപോയ ഒരു നേതാവിനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും ഞാൻ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എന്ന് തോന്നിപ്പിക്കാൻ, മണ്ഡലത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്താൻ, ആളെ കൂട്ടാൻ, ആളുകളുടെ ഇടയിൽ അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ PV അൻവറിന് കഴിയുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ കൈവെള്ളയിലുള്ള മണ്ഡലമാണ്. അത്രയും വർഷങ്ങളായി ഇവിടെ പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന തൻ്റെ പിതാവിന് അത്രത്തോളം വലിയ ലെഗസിയുള്ള ആര്യാടൻ എന്ന കുടുംബത്തെ ആ തരത്തിൽ ആ കുടുംബത്തിനും ആ കുടുംബ ബന്ധങ്ങൾക്കും അത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ. അങ്ങനെ ഒരു സ്ഥലത്ത് ആര്യാടൻ മുഹമ്മദ് ഇത്തവണ മത്സരിച്ച് വിജയിക്കും എന്ന പ്രതീക്ഷയായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. പക്ഷേ അവിടേക്ക് M സ്വരാജ് എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ മത്സരം മുറുകുന്നത് കണ്ടു. പിന്നീട് PV അൻവർ കൂടി സ്ഥാനാർത്ഥിത്വത്തിൽ എത്തുന്നതോടുകൂടി ഈ മത്സരം കുറെ കൂടി ശക്തമായ തരത്തിലേക്ക് മുമ്പോട്ട് പോകുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കാവും വിജയം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ ചിത്രം പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആർക്കാണ് എഡ്ജ് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ്. ഏതായാലും ആവേശ പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നേതാക്കളും പ്രവർത്തകരും അണികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ആവേശമുണ്ടാക്കാൻ, അവസാന അംഗത്തിൽ ആൾബലം ആർക്കെന്ന് കാണിച്ചു കൊടുക്കാൻ, ഞങ്ങൾക്ക് ഇത്രയും ആൾബലമുണ്ട്, ഇത്രയും ആൾക്കൂട്ടം തങ്ങൾക്കൊപ്പമാണ് എന്ന് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനികളായ ജനങ്ങൾക്ക്, അതായത് സമ്മതിദാനം വിനിയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മുൻപിൽ കാഴ്ചവെക്കാനുള്ള അന്തിമ ശ്രമം, അവസാന ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. അത്രത്തോളം ശക്തമായ തരത്തിൽ ആളും ആരവവും ബഹളവും കൊടിതോരണങ്ങളും ഒക്കെയായി ആവേശം ഇരട്ടിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഓരോ മുന്നണികളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കാളികളായി നിലമ്പൂർ അങ്ങാടിയിലേക്ക് എത്തുന്നു.
എം സ്വരാജിനൊപ്പം സംസ്ഥാന നേതാക്കളടക്കം നിരവധി നേതാക്കൾക്കൊപ്പം എം സ്വരാജും ഈ അങ്ങാടിയിൽ കുറേ നേരമായി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നു. PV അൻവർ ആകട്ടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ എന്ന പേരിൽ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കൊലാശം എന്ന നിലയിലുള്ള ഈ ബഹളമയമായ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിലമ്പൂർ അടിമുടി രാഷ്ട്രീയം സംസാരിക്കുന്ന തരത്തിലേക്ക്, കുട്ടികളടക്കം രാഷ്ട്രീയം പറയുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ യഥാർത്ഥത്തിൽ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ചൂടും ആരവവും നിറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും ജനങ്ങൾ നിൽക്കുക, നിലമ്പൂർ ആർക്കായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.